PSCയിലെ ക്രമക്കേടിനെതിരെ യുവമോർച്ച നടത്തിയ കണ്ണൂർ കളക്ടറേറ്റ് മാർച്ച് നേരെ പോലീസ് അതിക്രമം. വനിതാ പ്രവർത്തകർക്ക് ഉൾപ്പെടെ ജലപീരങ്കി പ്രയോഗത്തിൽ പരിക്കേറ്റു. മാർച്ച് BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. PSCയിൽ നടക്കുന്ന ക്രമക്കേടിനെതിരെയാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചത്. എന്നാൽ കണ്ണൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് അതിക്രമം അഴിച്ചുവിട്ടു. 4 തവണയാണ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. തുടർന്ന് BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. PSC ക്രമക്കേട് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും VD സതീശൻ പൂക്കി മുഖ്യമന്ത്രിയല്ല പോക്കിരി മുഖ്യമന്ത്രിയാണെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. കേരളത്തിലെ VD സതീശന്റെ പോലീസും വിജിലൻസും അന്വേഷണം നടത്തിയതുകൊണ്ടൊന്നും ഏറ്റവും വലിയ അക്രമം കാണിച്ചവർ നിയമത്തിൻ്റെ മുമ്പിൽ ശിക്ഷിക്കപ്പെടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാണ് യുവമോർച്ച ഈ സമരത്തിലൂടെ ആവശ്യപ്പെട്ടു. നമ്മുടെ പൂക്കി മുഖ്യമന്ത്രി അല്ല ഈ പോക്കിരി മുഖ്യമന്ത്രി. ഇവിടെ പറയുന്നത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ്. ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ ഉടനെ വീണ്ടും ജലപീരങ്കി പ്രയോഗം. ഇതിൽ വനിതാ പ്രവർത്തക ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. തുടർന്ന് പ്രവർത്തകർ പ്രധാന റോഡായ കാൾടെക്സ് ഉപരോധിച്ചു. ഇവിടെ നിന്ന് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് വലിച്ചിഴച്ചാണ് അറസ്റ്റ് ചെയ്തത്. കേരള PSC ചാപിള്ളയായി മാറിയെന്നും പ്രതിഷേധത്തെ അടിച്ചമർത്താനുള്ള നടപടി അംഗീകരിക്കാൻ ആകില്ലെന്നും BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ പറഞ്ഞു. കേരളത്തിലെ PSC ചാപിള്ളയായി മാറിയിരിക്കുന്നു. PSCയിൽ കഴിഞ്ഞ 10 വർഷമായി നടന്നിട്ടുള്ള തികഞ്ഞ അഴിമതിയാണ്. സ്വന്തക്കാരെ നിയമനം കൊടുക്കുക എന്നുള്ള രീതിയാണ് പിണറായി വിജയനും VD സതീശനും സ്വീകരിക്കുന്നത്. ഇത്തരം ഒരു നെറികെട്ട സമീപനം. അതുപോലെ കഴിഞ്ഞ 39 ദിവസമായി തിരുവനന്തപുരത്ത് LPST അധ്യാപക ജോലിക്ക് വേണ്ടി സമരം നടത്തുകയാണ്. ഇവിടെ ഒന്ന് ജനങ്ങളുടെ യുവാക്കളുടെ മൗലികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നില്ലെന്ന് മാത്രമല്ല PSC അഴിമതിയുടെ കൂടാരമായി മാറിയിരിക്കുന്നു. ഇതിനെതിരായിട്ടുള്ള സമരമാണ് യുവമോർച്ച ആരംഭിച്ചിരിക്കുന്നത്. ജനം കണ്ണൂർ.